നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യനും അതുകൊണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ട് നോക്കാം. ക്വസ്റ്റ്യൻ കോഡ് 39/2023 കേട്ടോ. ഇതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രീവിയസ് തന്നെയാണ്, നമ്മൾ പറയുന്നതും ഏകദേശം പ്രീവിയസ് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: AK ഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? AK ഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ഓപ്ഷൻസ് ഇതാണ്: കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ, കണ്ണൂർ മുതൽ മദ്രാസ് വരെ, വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ഇവയൊന്നുമല്ല. AK ഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരുന്നു. അപ്പൊ ഇതുപോലെ നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. വർഷവും എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എന്നുള്ളത് നേതൃത്വം. ഓക്കെ. ആദ്യം വില്ലുവണ്ടി യാത്രയാണ് 1893 നടന്നത്. ഇത് ചെങ്ങന്നൂർ മുതൽ ട്രിവാൻഡ്രം വരെയാണ്. വില്ലുവണ്ടി യാത്ര 1893 ചെങ്ങന്നൂർ മുതൽ ട്രിവാൻഡ്രം വരെയാണ്. നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ഓക്കെ. അടുത്ത് സവർണ ജാഥ. നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ടിട്ട് 3 സവർണ ജാഥ നടന്നിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം സവർണ ജാഥ എന്നാണ് 1924 മന്നത്ത് പത്മനാഭൻ എവിടെ മുതൽ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. 1924 സവർണ ജാഥ, മന്നത്ത് പത്മനാഭൻ, വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. അടുത്ത് നാഗർകോവിൽ മുതൽ ട്രിവാൻഡ്രം വരെ സവർണ ജാഥ നടത്തിയത് ME നായിഡു. നാഗർകോവിൽ മുതൽ ട്രിവാൻഡ്രം വരെ സവർണ ജാഥ നടത്തിയത് ME നായിഡു. അതുപോലെ തിരുനെൽവേലി മുതൽ വൈക്കം വരെ. തിരുവനെൽവേലി മുതൽ വൈക്കം വരെ ആണെങ്കിൽ 1924 തന്നെയാണ് EV രാമസ്വാമി നായ്ക്കറാണ് സവർണ ജാഥ നടത്തിയത്. അപ്പോൾ തിരുവനെൽവേലി മുതൽ വൈക്കം വരെ സവർണ ജാഥ നടത്തിയത് EV രാമസ്വാമി നായ്ക്കർ. അടുത്തത് ജീവശിഖ യാത്രയാണ്. ജീവശിഖ യാത്ര 1959 ഇത് അങ്കമാലി മുതൽ ട്രിവാൻഡ്രം വരെയാണ്. അങ്കമാലി മുതൽ ട്രിവാൻഡ്രം വരെയാണ്. ഇത് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ജീവശിഖ യാത്ര 1959 അങ്കമാലി മുതൽ ട്രിവാൻഡ്രം വരെ. നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. അതുപോലെ ഉപ്പ് സത്യാഗ്രഹ ജാഥ. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ വർഷം നമുക്ക് ഓർമ്മ വരും 1930. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹ ജാഥ 1930 കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ ആരാണ്? കേളപ്പൻ. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹ ജാഥ 1930 കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ കേളപ്പന്റെ നേതൃത്വത്തിലാണ്. ഈ ഉപ്പ് സത്യാഗ്രഹ ജാഥ പാലക്കാട് നിന്ന് പയ്യന്നൂർ വരെ നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. പാലക്കാട് നിന്ന് പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. അതുപോലെ ഉപ്പ് സത്യാഗ്രഹ ജാഥ തന്നെയാണ് പൊന്നാനി മുതൽ പയ്യന്നൂർ വരെ. പൊന്നാനി മുതൽ പയ്യന്നൂർ വരെ ആണെങ്കിൽ മൊയ്തു മൗലവിയാണ്. ഉപ്പ് സത്യാഗ്രഹ ജാഥ അത് 1930 തന്നെയാണ്. പൊന്നാനി മുതൽ പയ്യന്നൂർ വരെ ആണെങ്കിൽ ആരാണ്? മൊയ്തു മൗലവി. ബേപ്പൂർ മുതൽ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹ ജാഥ തന്നെയാണ്. ബേപ്പൂർ മുതൽ പയ്യന്നൂർ വരെ ആണെങ്കിൽ അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഉപ്പ് സത്യാഗ്രഹ ജാഥ ബേപ്പൂർ നിന്ന് പയ്യന്നൂർ വരെ ആണെങ്കിൽ അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഓക്കെ. ഇനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് യാചനായാത്ര. യാചനായാത്ര നടന്നത് 1931. അപ്പൊ യാചനായാത്ര നടന്നത് 1931. എവിടെ മുതൽ എവിടെ വരെയാണ്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 1931 യാചനായാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാട്. അപ്പോൾ VT ഭട്ടതിരിപ്പാടാണ് യാചനായാത്ര നടത്തിയത്. 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. സാമൂഹിക പരിഷ്കരണ ജാഥ നടന്നത് 1968. സാമൂഹിക പരിഷ്കരണ ജാഥ നടന്നത് 1968. കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തി വരെ ആയിരുന്നു. കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തി വരെ ആയിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. അടുത്താണ് മലബാർ ജാഥ. അത് 1938 കേട്ടോ. മലബാർ ജാഥ 1938 കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയാണ്. മലബാർ ജാഥ 1938 കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ AK ഗോപാലൻ AKG ആണ് നടത്തിയത്. അപ്പോൾ മലബാർ ജാഥ നടത്തിയത് AKG ആണ് 1938 കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ. AKGയുടെ മറ്റൊരു ജാഥയാണ് കാൽനട ജാഥ അല്ലെങ്കിൽ കർഷക ജാഥ എന്നും പറയും. കാൽനട ജാഥ അല്ലെങ്കിൽ കർഷക ജാഥ. ഇത് കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെയാണ്. 1960 നേതൃത്വം നൽകിയത് AK ഗോപാലനാണ്. 1960 കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെയാണ്.
അടുത്തത് രാജധാനി മാർച്ചാണ്. രാജധാനി മാർച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. 1938 തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ്. ഇപ്പോൾ രാജധാനി മാർച്ച് 1938 തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ നേതൃത്വം അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ 1938 തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് രാജധാനി മാർച്ച് നടന്നത്. അടുത്തത് ബോധവൽക്കരണ ജാഥ നടന്നത് മലപ്പുറം മുതൽ കോട്ടയം വരെയാണ്. ബോധവൽക്കരണ ജാഥ മലപ്പുറം മുതൽ കോട്ടയം വരെയാണ്. പാർവതി നെന്മേനി മംഗലമാണ് നേതൃത്വം നൽകിയത്. പാർവതി നെന്മേനി മംഗലമാണ് ബോധവൽക്കരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ഇത് മലപ്പുറം മുതൽ കോട്ടയം വരെയാണ്. ഒരെണ്ണം കൂടി പഠിക്കാം. നമ്മൾ നേരത്തെ ഒരു കർഷക ജാഥ പറഞ്ഞു, അല്ലെങ്കിൽ കാൽനട ജാഥ എന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു കർഷക ജാഥയാണ്. ഇത് പാലക്കാട് മുതൽ സബർമതി വരെയാണ്. കർഷക ജാഥയാണ് നടത്തിയത് ആനന്ദ തീർത്ഥനാണ് കേട്ടോ. അപ്പൊ ആനന്ദ തീർത്ഥൻ നടത്തിയ കർഷക ജാഥ പാലക്കാട് മുതൽ സബർമതി വരെയാണ്. നമ്മളൊരു 16 എണ്ണം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ആദ്യം പറഞ്ഞത് ഏതാണ്? വില്ലുവണ്ടി യാത്രയാണ്. വില്ലുവണ്ടി യാത്ര 1893 എവിടെ മുതൽ എവിടെ വരെയാണ്? ചെങ്ങന്നൂർ മുതൽ തിരുവനന്തപുരം വരെ. പിന്നെ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 സവർണ ജാഥ നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞത് നമ്മുടെ മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. രണ്ടാമത്തത് ഏതാണ്? നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ എം ഇ നായിഡു നടത്തി. അതുപോലെ ഒരെണ്ണമാണ് തിരുനെൽവേലി മുതൽ വൈക്കം വരെ EV രാമസ്വാമി നായിക്കർ. പിന്നെ നമ്മൾ ജീവശിഖ യാത്ര 1959 പറഞ്ഞു. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭനാണ്. ഉപ്പു സത്യാഗ്രഹ ജാഥ ഒരു 3 എണ്ണം നടത്തിയിട്ടുണ്ട്. 1930 3. കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ നമ്മുടെ സ്വന്തം കേരള ഗാന്ധി KK എളപ്പൻ. പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ TR കൃഷ്ണസ്വാമി അയ്യർ. അതുപോലെ പൊന്നാനി മുതൽ പയ്യന്നൂർ വരെ മൊയ്തു മൗലവി. ഒന്നും കൂടിയുണ്ട്. ബേപ്പൂർ മുതൽ പയ്യന്നൂർ വരെ അബ്ദുറഹ്മാൻ സാഹിബ്. യാചനായാത്ര 31 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് VT ഭട്ടതിരിപ്പാട്. സാമൂഹിക പരിഷ്കരണ ജാഥ 68 കാഞ്ഞങ്ങാട് മുതൽ ഇവിടെ വരെ ചെമ്പഴന്തി വരെയാണ് VT ഭട്ടതിരിപ്പാട്. മലബാർ ജാഥ 1938 കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ AK ഗോപാലൻ. കാൽനട ജാഥ അല്ലെങ്കിൽ കർഷക ജാഥ അത് 1960 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ AK ഗോപാലൻ. രാജധാനി മാർച്ച് അക്കമ്മ ചെറിയാൻ 1938 തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. ബോധവൽക്കരണ ജാഥ മലപ്പുറം മുതൽ കോട്ടയം വരെ പാർവതി നെന്മേനി മംഗലം. അതുപോലെ മറ്റൊരു കർഷക ജാഥയാണ് പാലക്കാട് മുതൽ സബർമതി വരെ ആനന്ദ തീർത്ഥൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 2 പ്രാവശ്യം ഒരു വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആവും. കാരണം ഫസ്റ്റ് ടൈം നമ്മൾ നല്ല സ്ലോയിലാണ് പറഞ്ഞത്, രണ്ടാമത് റിവിഷൻ പോലെയാണ് റാപ്പിഡായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2 പ്രാവശ്യം കാണുമ്പോഴത്തേക്കും സെറ്റ് ആവും. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമ്മൾ അടുത്തൊരു ക്ലാസ് വരാം. ബൈ.